ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എന്റെ പൊന്നു ദൈവമേ, അഖിലേ, നിനക്കില്ലാത്തതൊന്നും മറ്റുള്ളവർക്കില്ല എന്ന് നീ കരുതട്ടെ. ഓക്കെ, ആദ്യം നിന്റെ പേര് അഖിൽ രാജ്, പിന്നെ അത് അഖിൽ കോട്ടാത്തല, ഇപ്പൊ അത് അഖിൽ മാരാണ്. അതെന്താ കാരണമെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. ഇയാള് ഹാഷ്മിയെ കുറിച്ച് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിലെ, നീ ഒരു മനുഷ്യ ജന്മമായിട്ട് ഞങ്ങൾ ആരും കരുതുകയില്ല. ഓന്ത് ജന്മം അത്രേ മതി. ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹാഷ്മിയുടെ ഉദ്ദേശം എന്നത് ഇന്നാട്ടിലെ സ്വബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് ജനകീയ കോടതിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന റിപ്ലൈ. അഖിലെ, നീ ലോക പരാജയമാണ്. അത് നാട്ടുകാര് കണ്ടു, ലോകം മുഴുവൻ അത് ആഘോഷിച്ചു. അത് നീ തിരിച്ചറിഞ്ഞു. അതാണ് ഈ പ്രശ്നം. ബാക്കി കേട്ടെ. ഞാനൊരു BJPയുടെ വക്താവല്ല, ഹാഷ്മി എനിക്കിതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ സത്യവും ശരിയും എപ്പോഴൊക്കെ BJPയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എന്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇയാള് 24-ലും ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതൊന്ന് കേട്ടേ നിങ്ങള്. പക്ഷെ അഖില ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റിപ്പഴുപ്പാണ്. ഉദ്ധരിക്കാനല്ല, ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്കുമാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താൽ മതി, ആർക്കു വേണ്ടിയും സംസാരിക്കും. എന്തായാലും അഖിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അഖിലിനെ ഇഷ്ടമില്ലാത്തവര് മൊത്തം ആൾക്കാർ ലൈക്ക് അടിക്കുക. എന്തായാലും പുള്ളിയുടെ ഈ തനി സ്വഭാവം കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീന. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി.